ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. മതബഹുലതയുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സാക്ഷ്യത്തിൽ എപ്രകാരം മുന്നേറുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ വേദഭാഗം വിശദീകരിക്കുന്നു. സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ ജീവൻ പ്രദാനം ചെയ്യുവാനുള്ള സന്നദ്ധതയും ഇവിടെ കാണാം. മറ്റുള്ളവരെ അപരരായി കണ്ടുകൊണ്ടും അവരുമായി ബന്ധപ്പെടുവാൻ വിമുഖത പ്രകടിപ്പിച്ചുകൊണ്ടുമുള്ള ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ഗോതമ്പ് മണിയുടെ ഉപമ യേശുതമ്പുരാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. സ്വയം കേന്ദ്രീകൃതമായ നിലനിൽപ്പല്ല, സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ അനേകർക്ക് ജീവൻ പ്രദാനം ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് അനിവാര്യമായിരിക്കുന്നത്. തൻ്റെ ക്രൂശുമരണവും ഉത്ഥാനവും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായ ജീവൻ പ്രദാനം ചെയ്യുവാനാണ് എന്ന് വ്യക്തമാക്കുവാനാണ് യേശുതമ്പുരാൻ ഇവിടെ ശ്രമിക്കുന്നത്. തന്നെ അനുധാവനം ചെയ്യുന്ന ശിഷ്യസമൂഹവും തന്നിൽ വിശ്വസിക്കുന്നവരും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും ശീലങ്ങളും പ്രതിഫലിപ്പിക്കുന്നവർ ആയിരിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. സ്വയം കേന്ദ്രീകൃതമായ ജീവിതശൈലി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ബദൽശീലങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് അനുകരണീയമാവുകയുള്ളൂ. ആ ക്രൂശിൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട തമ്പുരാന്റെ മാതൃക നമുക്ക് വഴികാട്ടിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ അവിടുന്ന് ക്രൂശിന്മേൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടതുപോലെ അടിയങ്ങൾക്കും സ്നേഹത്തിൻ്റെ ആത്മാവിൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുവാൻ ഇടയാകണമേ. ആമീൻ.